ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനായി തീയതികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഒറ്റഘട്ടമായിട്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. ഫെബ്രുവരി 5-ന് തെരഞ്ഞെടുപ്പും ഫെബ്രുവരി 8-ന് വോട്ടെണ്ണൽ നടത്തപ്പെടുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറാണ് തെരഞ്ഞെടുപ്പ് തീയതികളടക്കം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജനുവരി 17 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ സാധിക്കും. ജനുവരി 18-ന് സൂക്ഷ്മ പരിശോധന. ജനുവരി 20-നായിരിക്കും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ ഉത്തർപ്രദേശിലെ മിൽക്കിപൂർ, തമിഴ്നാട്ടിലെ ഈറോഡ് ഈസ്റ്റ് നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടക്കും. ഡൽഹിയിലെ 70 നിയമസഭാ സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടത്തപ്പെടുന്നത്. ഇതിൽ 12 സംവരണ സീറ്റുകളാണ്. ആകെ 13,033 പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. മുഴുവൻ ബൂത്തുകളിലും ക്യാമറ സംവിധാനം ഉണ്ടായിരിക്കും. 70 ബൂത്തുകൾ പൂർണ്ണമായും വനിതാ ഉദ്യോഗസ്ഥരായിരിക്കും കൈകാര്യം ചെയ്യുന്നത്. 2.08 ലക്ഷം പുതിയ വോട്ടർമാരാണ് ഡൽഹിയിൽ ഇപ്പോൾ ഉള്ളതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുകയാണ്. 2020-ൽ 70-ൽ 62 സീറ്റുകൾ നേടിയാണ് ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ഭരണത്തിലെത്തിയത്. BJPക്ക് 8 സീറ്റുകളാണ് ലഭിച്ചത്. തമിഴ്നാട് ഈറോഡ് ഈസ്റ്റിലെയും ഉത്തർപ്രദേശ് മിൽക്കിപൂരിലെയും ഉപതെരഞ്ഞെടുപ്പുകളടക്കം ഫെബ്രുവരി 5-ന് തന്നെ നടത്തപ്പെടുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ ഭരണത്തിലുള്ള 70-അംഗ നിയമസഭയുടെ കാലാവധി ഫെബ്രുവരി 23-നാണ് അവസാനിക്കുക. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ 7 സീറ്റുകളിലും BJPക്കായിരുന്നു വിജയം. ഇതിന്റെ ആത്മവിശ്വാസത്തിലാണ് BJP തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്നത്. രാജ്യ തലസ്ഥാനമായതുകൊണ്ട് തന്നെ BJPക്കും കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കും തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഏറെ നിർണായകമായി തന്നെ മാറുന്നു. തുടർച്ചയായി 3-ാം ഊഴത്തിനാണ് ആം ആദ്മി ശ്രമിക്കുന്നത്. എന്നാൽ മുൻ മുഖ്യമന്ത്രി കെജ്രിവാളിനെതിരെ ഉൾപ്പെടെ ഉയർന്ന അഴിമതി ആരോപണങ്ങളും മറ്റു പാർട്ടിക്ക് വലിയ തിരിച്ചടിയായി തന്നെ നിൽക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയം ഡൽഹിയിൽ നില മെച്ചപ്പെടുത്തി മറികടക്കാൻ കോൺഗ്രസും ഇപ്പോൾ ശ്രമിക്കുകയാണ്. മാത്രമല്ല 1,55,24,858 കോടി വോട്ടർമാരാണ് ഇപ്പോൾ ഡൽഹിയിലുള്ളത്. നിലവിൽ BJP 29 സീറ്റുകളിലേക്കും ആം ആദ്മി 48 സീറ്റുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് അട്ടിമറിയുമായി ബന്ധപ്പെട്ട ഉയർന്ന ആരോപണങ്ങൾക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മറുപടി നൽകിയിരിക്കുകയാണ്. EVM ആർക്കും ഹാക്ക് ചെയ്യാനാകില്ല എന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നു. തെരഞ്ഞെടുപ്പുകളെല്ലാം സുതാര്യമായിട്ട് തന്നെ നടത്തപ്പെടുന്നതാണ്. ചോദ്യം ചെയ്യാനുള്ള അവകാശം ജനാധിപത്യത്തിലുണ്ടെന്നാൽ അടിസ്ഥാനരഹിതമായ പ്രചരണം ശരിയല്ല. EVM അട്ടിമറി അടക്കമുള്ള ആരോപണങ്ങൾ വോട്ടെണ്ണലിന്റെ വേഗം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പുകളെല്ലാം സുതാര്യമാണ്. വോട്ടെടുപ്പിന് മുമ്പും പിന്നാലെയും EVM പരിശോധിക്കാറുണ്ട്. വോട്ടർ പട്ടിക സുതാര്യമായാണ് തയ്യാറാക്കുന്നത്. പട്ടിക തയ്യാറാക്കുന്ന ഓരോ ഘട്ടത്തിലും പാർട്ടികൾക്ക് പങ്കാളിത്തമുണ്ട്. വോട്ടർമാരെ ചേർക്കുന്നതും ഒഴിവാക്കുന്നതും ചട്ടങ്ങൾക്ക് അനുസൃതമായിട്ടാണെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.